ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം നിനക്ക് നേരുക. ഈ ഈശോ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുവചനം ഇങ്ങനെ പറയുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 37-ാം തിരുവചനം. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ സംസാരം വളരെ കൃത്യമായിരിക്കണം എന്ന് ഈശോ പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതായിരിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവം എന്താണോ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മാത്രമായിട്ട് നിൻ്റെ വചനത്തെ നീ ക്രമീകരിക്കുക. ചുറ്റുപാടുകൾ നിൻ്റെ അധരങ്ങളിൽ സ്വാധീനം ചെലുത്താതിരിക്കട്ടെ. അതേസമയം ദൈവം നിൻ്റെ അധരങ്ങളിലൂടെ പ്രവർത്തിക്കട്ടെ. അതിന് തക്ക രീതിയിൽ അധരങ്ങളെ നീ ക്രമീകരിക്കണം, പരിശുദ്ധമായിട്ട് സംരക്ഷിക്കണം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. അധരങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ എപ്പോഴും അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അതിനപ്പുറമുള്ളതൊന്നും ഈ വ്യക്തിയെ സ്വാധീനിക്കാതിരിക്കട്ടെ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവം.